നമസ്കാരം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദൻ മാസ്റ്ററും നേതൃത്വം കൊടുക്കുന്ന CPIM, അതായത് മാർക്സിസ്റ്റ് പാർട്ടി, പിന്നെ CPI, കേരള കോൺഗ്രസ് എം, അങ്ങനെ കുറേ അല്ലറ ചില്ലറ രാഷ്ട്രീയ പാർട്ടികൾ, അവരെല്ലാവരും ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊരു ബാനറിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ 20 പാർലമെന്റ് സീറ്റിലും മത്സരിച്ചു. പക്ഷേ ആലത്തൂരിൽ രാധാകൃഷ്ണൻ ഒഴികെ ബാക്കിയുള്ള മഹാന്മാരും മഹതികളും ഒക്കെ പരാജയപ്പെട്ടു. അത് വെറുമൊരു സ്വാഭാവികമായ പരാജയം മാത്രമല്ല, പരാജയപ്പെട്ടത് വലിയ വലിയ ആളുകളാണ്. തോമസ് ഐസക്കിനെ പോലെയും MV ജയരാജനെ പോലെയും ഇളമരം കരീമുക്കയെ പോലെയും പിന്നെ പാലക്കാട് പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, അങ്ങനെയുള്ള വലിയ വലിയ ശ്രേണിയിലുള്ള കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരാണ് പരാജയപ്പെട്ടത്. ഏറിയ പരാജയവും 1,00,000-ൽ പരം വോട്ടിനായിരുന്നു. ഈ പരാജയം ഒരു 10-20 വർഷം മുമ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നുവെങ്കിൽ താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് ഘടകം മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ വലിയ രീതിയിലുള്ള കൂലങ്കഷമായ ചർച്ചകളൊക്കെ ആ പരാജയത്തെക്കുറിച്ച് ഉണ്ടാവുമായിരുന്നു. എങ്ങനെ തോറ്റു, തോൽക്കാനുണ്ടായ കാരണമെന്ത്, സംസ്ഥാന നേതൃത്വത്തിലെ ഏതെങ്കിലും നേതാവിൻ്റെ അപ്രമാദിത്വം കൊണ്ടായിരുന്നുവോ തോറ്റത്, അങ്ങനെയെങ്കിൽ ആ നേതാവിനെ എന്തു ചെയ്യണം, ആ നേതാവിൻ്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കണോ എന്നൊക്കെ വിവിധങ്ങളായ ചോദ്യങ്ങളും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഒക്കെ താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് ഘടകം മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഉണ്ടാവും. അപ്പോൾ 10-20 വർഷം മുമ്പായിരുന്നുവെങ്കിൽ. എന്നാൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് VS അച്യുതാനന്ദനുമായി വലിയ രീതിയിലുള്ള ഒരു ദ്വന്ദ്വയുദ്ധം നടത്തി ഈ പാർട്ടിയും പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനത്തെ ഒന്നാകെ തൻ്റെ കൈക്കൊമ്പിളിലിട്ട് അങ്ങനെ അമാനമാടിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ അത്തരം വിമർശനങ്ങളും അത്തരം ചിന്താഗതികളും ചർച്ചകളും ഒന്നും ഒരു ഘടകത്തിലും നടക്കില്ല. അത് നടക്കാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 8 നിലയിൽ പൊട്ടിയിട്ടും അത്തരത്തിലുള്ള ഒരു ചർച്ചകളും ഒരു ഘടകത്തിലും ഉണ്ടായില്ല. ആ ചർച്ചകളിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ച ഉണ്ടായാൽ ആ ചർച്ചിച്ച നേതാവിൻ്റെ കാര്യം കട്ടപ്പുകയാവും. അങ്ങനെ കട്ടപ്പുകയാതിരിക്കാൻ വേണ്ടി ഒരു നേതാവും ഈ വിഷയത്തിന്മേൽ ഒരു ചർച്ചയും നാളിതുവരെ എടുത്തിട്ടില്ല. തോറ്റവനൊക്കെ തോറ്റു, ജയിച്ചവനൊക്കെ ജയിച്ചു, അത്ര തന്നെ. നാം സാധാരണഗതിയിൽ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വ്യത്യസ്തമാക്കി നിലനിർത്തിയിരുന്ന ഒരു ഘടകമായിരുന്നു ഈ വിമർശനവും സ്വയം വിമർശനവും. വലതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇടതുപക്ഷക്കാർ ആരോപിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഇത്തരത്തിലുള്ള യാതൊരു വിമർശനങ്ങളും ഒരു കാലഘട്ടത്തിലും നടക്കാറില്ല, നടക്കുകയുമില്ല. അതുകൊണ്ടാണ് അവരെ വലതുപക്ഷ ഭീമന്മാർ, ഭീകരന്മാർ എന്നൊക്കെ പൊതുവെ സംബോധന ചെയ്യുന്നത്. അതേ അവസ്ഥ തന്നെ ഇടതുപക്ഷത്തും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷമുണ്ടോ? ഇടതുപക്ഷമില്ല. പിന്നെ എന്താണ് ഇന്ന് കാണുന്നത്? അത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു ഉപജാപക വൃന്ദമാണ്. ഇങ്ങനെയൊക്കെ പറയുന്നത് ആരാണ്? ഈ വീഡിയോ അവതരിപ്പിക്കുന്ന ഞാനല്ല. എന്നെ സംബന്ധിച്ച് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ 20 പാർലമെൻറ്റ് സീറ്റിലും വിജയം നേടിയാലും എന്നെ സംബന്ധിച്ച് ഞാൻ ആശിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ: ജനകീയ ജനാധിപത്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടാവണം. നമ്മുടെ നികുതിദായകരായ സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ദരിദ്ര വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു ഭരണത്തിൻ്റെ ആനുകൂല്യം അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ അവർക്ക് ലഭിക്കണം. അത് കിട്ടാത്ത പക്ഷം എന്നെ സംബന്ധിച്ച് ഈ വീഡിയോ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പിണറായി വിജയനും വലതുപക്ഷ ഭീകരന്മാരും അദാനിയും അംബാനിയും എല്ലാം എനിക്കൊരുപോലെയാണ്. അതുകൊണ്ട് ഞാനല്ല ഇങ്ങനെ പറയുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെ വോട്ടെണ്ണി ഫലങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം അസന്നിഗ്ധമായി ഇക്കാര്യം പ്രഖ്യാപിച്ചത് പോരാളി ഷാജിയാണ്. പോരാളി ഷാജിയും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. പോരാളി ഷാജി ഇടതുപക്ഷത്തിൻ്റെ സൈദ്ധാന്തിക മുഖമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൈബർ പോരാളിയാണ്. 8-9 ലക്ഷം വരിക്കാരുണ്ട് പോരാളി ഷാജിക്ക്. പോരാളി ഷാജി ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഒരു പോസ്റ്റ് ഇട്ടാൽ കേവലം മണിക്കൂറുകൾക്കുള്ളിൽ അത് 8-9 ലക്ഷം ആളുകൾ കണ്ടിരിക്കും. അതാണ് പാർട്ടിയുടെ സൈബർ ഇടം. അങ്ങനെയാണ്. പക്ഷെ പോരാളി ഷാജി പിണറായി വിജയനെ കടത്തിവെട്ടി. ആ പോസ്റ്റ് വിശദമായൊരു വായനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു പോസ്റ്റാണ്. മറ്റു പല ചാനലുകളും അത്തരം ചില വായനകളിലേക്ക് പോയതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. എങ്കിലും പോരാളി ഷാജി അതിൽ ഒരു കാര്യം വളരെ വ്യക്തമായി അടിവരയിട്ടുകൊണ്ട് പറയുന്നുണ്ട്. ചെങ്കൊടി പ്രസ്ഥാനത്തിൻ്റെ ഒരു തലവനായി താഴെ തട്ടിലുള്ള ജനങ്ങളാണ് തനിക്ക് അധികാരം നൽകിയത് എന്നുള്ള ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ പാർട്ടിയിലുണ്ടെങ്കിൽ, അധികാരത്തിൻ്റെ ദന്തഗോപുരങ്ങളിലിരുന്ന് താഴെ തട്ടിലുള്ള പാവം ജനങ്ങളെ പല്ലിളിച്ച് കാണിച്ച് കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ ഈ പണി നിർത്തി വേറെ വല്ല പണിക്കും പോകണം, ആ ചെങ്കൊടി താഴെ വെക്കണമെന്നാവശ്യപ്പെട്ടത് പോരാളി ഷാജിയാണ്. സ്വാഭാവികമായും അത് ആവശ്യപ്പെട്ടത് പിണറായി വിജയനോടാണ് എന്ന് തർക്കമില്ലാത്തൊരു കാര്യമായി നമുക്കിവിടെ അനുമാനിക്കാവുന്നതാണ്. വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ ജനകീയ പ്രസ്ഥാനം ഇത്രയേറെ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനാത്യന്തം ഉത്തരവാദി പിണറായി വിജയൻ ആണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ആർക്കും സംശയമില്ല.
ഇടുക്കിയിലെ മറിയക്കുട്ടി ചേട്ടത്തിക്ക് പോലും സംശയമില്ല. മറിയക്കുട്ടി ചേട്ടത്തി കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് പിണറായി വിജയനും കൂട്ടരും ചൈനയിലേക്ക് പോകണമെന്നാണ്. അവിടെയാണ് അവരുടെ പാർട്ടി ഓഫീസുള്ളത്, അവിടെയാണ് പോകേണ്ടത്. അവരുടെ ഈ പ്രത്യയശാസ്ത്ര ഈ പരിപാടി കേരളത്തിൽ നടപ്പാകില്ല എന്നാണ് മറിയക്കുട്ടി ചേട്ടത്തി പോലും പറഞ്ഞത്. മറിയക്കുട്ടി ചേട്ടത്തി ഒരു കമ്മ്യൂണിസ്റ്റുകാരിയല്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട അനുഭാവികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന്റെ തെക്കു മുതൽ വടക്കു വരെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സ്വകാര്യ ചർച്ചകളിലും ഒക്കെയായി അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പറയുന്നതൊക്കെയും പിണറായി വിജയനെതിരാണ്. അത് പോരാളി ഷാജി ഏറ്റുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയിൽ പോരാളി ഷാജിയുടെ പോസ്റ്റ് ഇടതുപക്ഷ വിരുദ്ധമായ രീതിയിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു നിലയൊക്കെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികന്മാർക്ക് തോന്നി. അവരത് പരസ്യമായ രീതിയിൽ തന്നെ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. ആ പ്രതികരണത്തിന്റെ ഉള്ളടക്കം പോരാളി ഷാജി ഏതോ വലതുപക്ഷ രാഷ്ട്രീയ ഭീകരന്മാരിൽ നിന്നും ഏതോ കൈക്കൂലി വാങ്ങി ഇടതുപക്ഷത്തിനെതിരെ ശബ്ദിക്കുന്നു എന്നുള്ള തരത്തിലായിരുന്നു. അതിന് കൃത്യമായ മറുപടി പോരാളി ഷാജി നൽകി. ഷാജി തൻ്റെ ഫേസ്ബുക്കിലെ ആ നീണ്ട ലേഖനത്തിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നു: അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് കയറരുത്. തോറ്റതിന് ഉത്തരവാദി നിങ്ങളാണ്. പോരാളി ഷാജിയോ സൈബർ ലോകമോ ഒന്നുമല്ല. പറയാതെ പറയുന്നു, നിങ്ങളെ തോൽപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അധികാരത്തിൻ്റെ ദന്തഗോപുരങ്ങളിലിരുന്ന് താഴെയുള്ള പാവം ജനത്തെ കൊഞ്ഞനം കുത്തി കാണിക്കുമ്പോൾ ഓർക്കണമായിരുന്നു, ഈ അധികാരം ഹ്രസ്വമാണ്. അത് കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ ഒരാളായി ഉണ്ടാവണം. അതിന് കഴിയില്ലെങ്കിൽ ചെങ്കൊടി താഴെ വെക്കൂ എന്നാണ് ഷാജി വീണ്ടും ആവശ്യപ്പെടുന്നു. അപ്പോൾ വടി കൊടുത്ത് വീണ്ടും ഷാജിയോട് ഇക്കൂട്ടർ അടി വാങ്ങി. അപ്പോൾ ഒരു പോരാളി ഷാജി എന്നൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയോട് പോലും കൃത്യമായ രീതിയിൽ പ്രതികരണം നടത്താനാവാത്ത ഇക്കൂട്ടർ, ഈ കമ്മ്യൂണിസ്റ്റ് മഹാനുഭാവന്മാർ എങ്ങനെയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ഈ പാർട്ടി അംഗങ്ങളെയും പാർട്ടി അനുഭാവികളെയും നിയന്ത്രിച്ചുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ഈ പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് വർത്തമാനകാല കേരള രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പ്രശ്നങ്ങൾ പലതുണ്ടായി. ഒരു പോരാളി ഷാജി മാത്രമല്ല, ആലപ്പുഴയിൽ പണ്ടൊരു നേതാവ് ഉണ്ടായിരുന്നു, ജി സുധാകരൻ. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. കേരളത്തിലെ പാർട്ടി ഘടനയെ താത്വികമായി അവലോകനം ചെയ്യുന്ന നേതാക്കളിൽ വളരെ പ്രധാനിയായിരുന്നു ജി സുധാകരൻ. അദ്ദേഹം ഒന്നാം ഘട്ട പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. നല്ലൊരു മന്ത്രിയായിരുന്നു, നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി ഇപ്പോൾ അമ്പലപ്പുഴയിലെ ആ പരിസര പ്രദേശങ്ങൾ എവിടെയുള്ള ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഇരിപ്പിടം കൊടുത്തിരിക്കുകയാണ് ഈ ഭക്തജനങ്ങൾ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, 1000 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ലത് 1000 കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ്. കാര്യങ്ങൾ വ്യക്തമാണ്. ആരാണ് കഴുത, ആരാണ് സിംഹം എന്നൊക്കെ ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അപ്പോൾ അടി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ രാഷ്ട്രീയ കേരളം അനുമാനിക്കുന്നത്. പിന്നീട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററോട് വീഴമായിരുന്നു. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റു, തോൽക്കാനിടയായ സാഹചര്യമെന്ത്, കാരണമെന്ത്, അത് പരിശോധിക്കണം. അതിൽ ആർക്കെങ്കിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള പങ്കുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം, തിരുത്തി ഈ പാർട്ടി അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു സൂചന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ഗോവിന്ദൻ മാസ്റ്റർ നൽകി കഴിഞ്ഞു. ഇനിയുള്ളത് ഘടകകക്ഷികളുടെ കാര്യമാണ്. നമ്മുടെ രാജ്യസഭാ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു AK സെൻറ്റർ. ഇടതുപക്ഷത്തിന് സ്വാഭാവികമായി ഇത്തവണ അവകാശപ്പെട്ടത് 2 സീറ്റാണ്. പണ്ടത്തെ കാലത്തെ പാർട്ടിയും അതിൻ്റെ സംഘടനാ നേതാക്കളുമൊക്കെ ആയിരുന്നുവെങ്കിൽ ആ 2 സീറ്റും ഇപ്പോൾ CPIM-ൻ്റെ കൈവശത്തിലിരുന്നേനെ. പക്ഷേ അത് നടന്നില്ല. CPI-യുടെ നേതാവ് ബിനോയ് വിശ്വവും മാണി കേരള കോൺഗ്രസിൻ്റെ നേതാവ് ജോസ് കെ മാണിയും AK സെൻറ്ററിലെത്തി തങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു. എതിരഭിപ്രായങ്ങളൊന്നും വലിയ രീതിയിലുണ്ടായില്ല. ആ സീറ്റ് 2 സീറ്റും CPI-ക്കും ജോസ് കെ മാണിക്കും നൽകി. അപ്പോൾ CPIM ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വട്ടപൂജരായി സംപൂജരായി എന്നുള്ളതാണ് ഒരു ചരിത്രം. അപ്പോൾ പടയൊരുക്കം തുടങ്ങിയോ എന്നുള്ളൊരു ചർച്ച, ആ ചർച്ച ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിൽ അനിവാര്യമാണ്. കാരണം പൊതുസമൂഹത്തിന് ഒരു ഗുണവും ചെയ്യാത്ത ഒരു ഗവൺമെൻറ് ആ പൊതുസമൂഹത്തിലെ ദരിദ്രരെയും സാധാരണക്കാരെയും പാവങ്ങളെയും നിരന്തരം അപമാനിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു ഗവൺമെൻറ്, തെരഞ്ഞെടുപ്പ് പരാജയമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ സമർപ്പണമുണ്ടായി. 3 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയ വികസനങ്ങളാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളൊക്കെ പിണറായി വിജയൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും മറ്റു മന്ത്രിമാരുടെയും ഒക്കെ ഔദാര്യമാണ് എന്ന തരത്തിൽ കുറെ കള്ളക്കഥകളുണ്ടാക്കി. ആ കഥകളൊക്കെ അച്ചടി രൂപത്തിലാക്കി ഒരു പുസ്തകമാക്കി അത് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പേരിൽ പൊതുജന സംശയം അവതരിപ്പിക്കുന്നു. അങ്ങനെ അവതരിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും കോടിക്കണക്കിന് രൂപ കൊള്ള നടത്തുന്നു. അതിനെയാണ് പുച്ഛം പരിഹാസം എന്നൊക്കെ സാധാരണഗതിയിൽ നാം സംബോധന ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഇങ്ങനെ അരക്ഷിതരായി ജീവിക്കുന്ന ഒരു 3.5 കോടി ജനങ്ങളുടെ നാട്ടിൽ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചർച്ച. ആ ചർച്ചയ്ക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് MV ഗോവിന്ദൻ മാസ്റ്ററും പോരാളി ഷാജിയും ജി സുധാകരനും ബിനോയ് വിശ്വവും ജോസ് കെ മാണിയും ഒക്കെ. ആ ചർച്ച ഇനി പൊതുസമൂഹം ഏറ്റെടുക്കണം.
അതോടുകൂടി പിണറായി വിജയൻ എന്ന ഉഗ്രപ്രതാപിയായ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പാർട്ടി നേതാവിൻ്റെ പതനം യഥാർത്ഥത്തിൽ കേരള ജനത ആഗ്രഹിക്കുന്നു എന്നുള്ളിടത്താണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ താൻ പറഞ്ഞു തന്ന ചരിത്ര വർത്തമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയൊരു ചർച്ച കേരളത്തിൽ ഉണ്ടാവണമെന്ന് പോരാളി ഷാജി പറയാതെ പറയുന്നു. ആ ചർച്ചയ്ക്ക് പൊതുസമൂഹം, പൊതുജനം നേതൃത്വം കൊടുക്കണം. കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ വർത്തമാനത്തിന് സാഹചര്യം ഉണ്ടാക്കണം. ഒരു ജനാധിപത്യ സംവിധാനം കേരളത്തിൽ നിലനിൽക്കണം എന്ന് പോരാളി ഷാജി പറയാതെ പറയുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള വലിയൊരു പൊതുസമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ വർത്തമാനം.